ഡെവിൾ ലവ് ഭാഗം 8. അർജുനെ കണ്ട് രാജുവിൻ്റെ ഉള്ളൊന്ന് കിടുങ്ങി. മഴയിൽ 6 അടി ഉയരത്തിൽ അവൻ നിന്നു. സ്റ്റീഫൻ! ഒറ്റ വിളിയായിരുന്നു. വിളിയുടെ അർത്ഥം മനസ്സിലായ പോലെ സ്റ്റീഫൻ നടന്നു രാജുവിൻ്റെ കാറിൽ കൊട്ടി. രാജു ഭയന്നുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങി. പിന്നെ സ്റ്റീഫൻ ഇഷാനിയോട് പുറത്തിറങ്ങാൻ ആവശ്യപ്പെട്ടു. അവൾക്ക് ഭയമുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങി. അർജുൻ ഇഷാനിയുടെ അടുത്തേക്ക് നടന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. അവൾ അമ്പരന്ന് അർജുനെ നോക്കി. ഇഷാനിയുടെ ഉള്ളിൽ ഭയമുണ്ട്, പക്ഷേ എന്തോ താൻ അവൻ്റെ അടുത്ത് സേഫാണ് എന്ന തോന്നലും. വാ, അത്രമാത്രം പറഞ്ഞു അവൻ. പിന്നെ അവളുടെ കയ്യിൽ പിടിവിടാതെ തന്നെ മുന്നോട്ട് നടന്നു. പിന്നെ ഒന്ന് നിന്നു. സ്റ്റീഫ! അവൻ്റെ ശബ്ദത്തിലെ തണുപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ മരണത്തിൻ്റെ തണുപ്പാണ് എന്ന് അവൻ്റെ കാച്ചിന് മാത്രമേ അറിയൂ. അത് കേട്ട് സ്റ്റീഫൻ അവനെ വിളിച്ച് ഒരു വണ്ടിയിൽ കയറ്റി അവിടെ നിന്ന് പോയി. ഇതെല്ലാം കണ്ട് ഇഷാനിയുടെ ഉള്ളിൽ കിടുങ്ങി. അയാളെ എന്ത് ചെയ്യാൻ പോവാ? അവൾ ഭയം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. അർജുനൊന്നും മിണ്ടിയില്ല. സർ, അയാളെ എന്താ ചെയ്യാൻ പോകുന്നത്? അവൾ വീണ്ടും ചോദിച്ചു. അത് കേട്ട് അർജുൻ അവളെ നോക്കി. അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ തൊട്ട് മുന്നിൽ അത്രയും അടുത്ത് വന്നു നിന്നു. അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. സർ, അവൾ ഉമിനീർ ഇറക്കി വിളിച്ചു. അവനെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. അവൾ പേടിച്ച് വേഗം തലകുലുക്കി. മഴ ഇപ്പോഴും തോർന്നിരുന്നില്ല. അവളുടെ ഡ്രസ്സ് മുഴുവൻ നനഞ്ഞ ശരീരത്തോട് ഒട്ടിക്കിടക്കുകയായിരുന്നു. അർജുൻ ഒരു നിമിഷം അവളെ നോക്കി. പിന്നെ പെട്ടെന്ന് നോട്ടം മാറ്റി. അവൻ്റെ നോട്ടം ശ്രദ്ധിച്ച് ഇഷാനിയെ സ്വന്തം വേഷത്തിലേക്ക് നോക്കി. അപ്പോഴാണ് തൻ്റെ അവസ്ഥ അവൾക്ക് മനസ്സിലായത്. ഇത്രയും നേരം താൻ എങ്ങനെയായിരുന്നു അവൻ്റെ മുന്നിൽ നിന്നത്? ആ ചിന്ത അവളിൽ ഒരു പരിഭ്രമം സൃഷ്ടിച്ചു. ഒന്നും പറയാതെ അർജുൻ തൻ്റെ കോട്ടൂരി അവളുടെ തോളിലേക്ക് പുതപ്പിച്ചു. ആ പ്രവൃത്തിയിൽ ഇഷാനി ഒരു നിമിഷം അമ്പരന്നു. താൻ എന്തായി ചിന്തിക്കുന്നത്? അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ട് അവൾ വേഗം അവൻ്റെ പിന്നാലെ നടന്നു. വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം, പെട്ടെന്ന് അർജുൻ പറഞ്ഞു. അവൾക്ക് നാണക്കേട് തോന്നിയെങ്കിലും അവൻ്റെ ഗൗരവം നിറഞ്ഞ മുഖം കണ്ടപ്പോൾ ഒന്നും പറയാതെ പിന്നാലെ നടന്നു. അവൾക്ക് ഇതൊക്കെ വിചിത്രമായി തോന്നി. രാജുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ തോന്നിയ ഭയമോ അസ്വസ്ഥതയോ അർജുൻ്റെ അടുത്തുണ്ടായിരുന്നില്ല. അവൻ SUVയുടെ ഡോർ തുറന്നു കൊടുത്തു. അവൾ മുൻസീറ്റിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു. അർജുൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. കാർ മുന്നോട്ടെടുത്തു. പിന്നീടായി അവൻ്റെ കുറച്ച് ഗാർഡ്സും ഉണ്ടായിരുന്നു. തൻ്റെ സ്ഥലം എവിടെയാണ്, എവിടെ ഡ്രോപ്പ് ചെയ്യണ്ടേ? അവൻക്ക് അവളെക്കുറിച്ച് എല്ലാം അറിയാമെങ്കിലും അവൾക്ക് ഡൗട്ട് തോന്നിയല്ലോ എന്ന് കരുതി അവൻ ചോദിച്ചു. അവളുടെ ഫ്ലാറ്റ് എവിടെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഒറ്റക്കാണോ ഫ്ലാറ്റിൽ? അവൻ ചോദിച്ചു. എല്ലാ ഫ്രണ്ടുണ്ട്, അവൾ മറുപടി പറഞ്ഞു. പിന്നെ കുറച്ചു നേരം നിശബ്ദതയായിരുന്നു. വണ്ടി മുന്നോട്ട് പോകുമ്പോൾ അവളുടെ മനസ്സിൽ രാജീവിൻ്റെ ഭ്രാന്ത് നിറഞ്ഞ വാക്കുകളായിരുന്നു ചെവിയിൽ മുഴങ്ങിയത്. അവളുടെ ഉള്ളിലൂടെ ഒരു ഭയം ഇരച്ചു കയറി. ഇപ്പോൾ അർജുൻ സർ വന്നില്ലെങ്കിൽ അയാളിനെ. അത് ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെല്ലാം അർജുൻ കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തേക്ക് ദേഷ്യം വന്നു. അത് തീർത്തതും ആക്സിലറേറ്ററായി. കാർ മുംബൈയുടെ വിജനമായ റോഡിലൂടെ പാഞ്ഞുപോയി. എന്തായി ഇവൻ്റ് കാര്യങ്ങൾ? ആ ചോദ്യം കേട്ടാണ് അവൾ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. അവൾ അവനെ ഒന്ന് നോക്കി. ആ സമയം അവനും അവളെ നോക്കി. അവൻ്റെ നോട്ടം കണ്ട് അവൾ നോട്ടം മാറ്റി. എന്താ താനൊന്നും പറയാത്തെ? ഇവൻ്റ് കാര്യങ്ങൾ എവിടെ വരെയായി? ഇനി 2 ഡേ കൂടിയുള്ളൂ മുത്തച്ഛൻ്റെ ബർത്ത്ഡേക്ക്. അറിയാം സർ, കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ട്, എല്ലാം സെറ്റാണ്, അവൾ ഒരു വിറയിലൂടെ പറഞ്ഞു. താനല്ലേ കോർഡിനേറ്റർ? അത് കേട്ട് അതേ എന്ന പോലെ അവൾ തലയാട്ടി. ഇന്നത്തെ കാര്യങ്ങൾ മനസ്സിൽ നിന്ന് കളഞ്ഞ് ഇവൻ്റ് കാര്യങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കൂ. വെറുതെ ഇതൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട. അവൻ്റെ വാക്കുകളിൽ അവളോട് ഉള്ള സ്നേഹവും കരുതലും വ്യക്തമായിരുന്നു. അവൾ അതിനൊന്നും പറഞ്ഞില്ല. പെട്ടെന്നാണ് അവൾക്ക് എന്തോ ഓർമ്മ വന്നത്. സാർ എങ്ങനെ ഇവിടെ എത്തി? ആ ചോദ്യം കേട്ട് അവൻ അവളെ ഒന്ന് നോക്കി. പിന്നെ ഒന്നും പറയാതെ ഡ്രൈവ് ചെയ്തു. അവൾ അവനെ ഒന്ന് നോക്കി. മറുപടിയില്ലെന്ന് കണ്ട് അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൾ സീറ്റിലേക്ക് ചാരി കിടന്നു. കണ്ണുകൾ അടച്ചു. കുറച്ച് സമയത്തിന് ശേഷം വണ്ടി എവിടെയോ നിർത്തിയറിഞ്ഞ് കണ്ണു തുറന്നു നോക്കി. തൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിലാണ് വണ്ടി നിർത്തിയതെന്ന് അറിഞ്ഞ് അവൾ അവനെ നോക്കി. താങ്ക് യു സർ, അവൾ പതിയെ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അവൻ്റെ കാർഡ് അവൾക്ക് നേരെ നീട്ടി. അവൾ ഇത് എന്തിനാ എന്ന രീതിയിൽ അവനെ നോക്കി. ഇത് എൻ്റെ കാർഡാണ്, തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം. അവൾ അവനെ അന്തിച്ചു നോക്കി. സർ, ഇത് വാങ്ങൂ ഇഷാനി, അവൻ പറഞ്ഞു. അവൾ അത് വാങ്ങി കയ്യിൽ വെച്ചു. അവനെ നോക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. പിന്നെ അവൻ ഒന്നുകൂടി നോക്കി മുൻപോട്ട് നടന്നു. ഫ്ലാറ്റിനുള്ളിലേക്ക് പോകുന്ന നേരം ഒന്നുകൂടി തിരിഞ്ഞു നോക്കി.
അവനിപ്പോഴും കാറിൽ അവളെ നോക്കിയിരിക്കുന്നുണ്ട്. അവൾ കണ്ണിൽ നിന്നും മറഞ്ഞതും അവൻ്റെ കണ്ണിൽ അതുവരെ ഉണ്ടായിരുന്ന ശാന്തത എങ്ങോ മറഞ്ഞു. അവിടെ പകയാളി. അവളെ വേദനിപ്പിക്കാൻ നോക്കിയവനോടുള്ള പക, അവളെ കരയിപ്പിച്ചവനോടുള്ള പക. അവൻ ഫോണെടുത്ത് സ്റ്റീഫനെ വിളിച്ചു. ഫോൺ എടുത്തതും ഇങ്ങോട്ട് എന്തെങ്കിലും പറയും മുന്നേ അവൻ വിളിച്ചു, സ്റ്റീഫ. ആ വിളി എന്തിനാ എന്ന് സ്റ്റീഫനല്ലാതെ ആർക്കറിയാം. ഗോഡൗണിലുണ്ട് സർ, അവൻ ചോദിക്കാതെ തന്നെ പറഞ്ഞു. എന്ത് ചെയ്യണം സർ? സ്റ്റീഫൻ ചോദിച്ചു. ഞാൻ അങ്ങോട്ടേക്ക് വരാം, അവൻ അത്രമാത്രം പറഞ്ഞു. ആ സമയം അവൻ അർജുനൊപ്പമായിരുന്നില്ല, ഡെവിളായിരുന്നു. മുംബൈ നഗരം വിറപ്പിക്കുന്ന ദ ഡാർക്ക് ഡെവിൾ. അവൻ വണ്ടി തിരിച്ചു പറപ്പിച്ചു വിട്ടു. ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞുപോയി. ഞാൻ അവളുടെ ഫ്ലാറ്റിലെത്തി. കാളിംഗ് ബെൽ അമർത്തി. വാതിൽ തുറക്കുന്നില്ല. ഇവളിത് എത്തിയില്ലേ? അതും ചിന്തിച്ച് തൻ്റെ കയ്യിലുള്ള കീ കൊണ്ട് വാതിൽ തുറന്നു. രേഷ്മ എത്തിയിട്ടില്ലായിരുന്നു. ഇവളിത് എന്താ ഈ നേരമായി എത്താത്ത? ഇഷാനി ബാഗ് അവിടെ ഉള്ള ഒരു സോഫയിൽ വെച്ചു. ഫോൺ എടുത്ത് രേഷ്മയെ വിളിക്കാൻ. അപ്പോഴാണ് രേഷ്മയുടെ മെസ്സേജ് കാണുന്നത്. യശു, ഞാനൊരു ന്യൂസ് കവറേജിന് വേണ്ടി പോവാണ്. 2 ഡേ കഴിഞ്ഞേ വരുള്ളൂ. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടില്ല. ഒരു ഉൾപ്രദേശമാണ്. നീ ചിപ്പിയെ വിളിച്ചോ കൂട്ടിന്? ഞാൻ മീര ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് കൂട്ടിന് അവളെ വിടാൻ. നീ എത്തിയാൽ ചേച്ചിയെ വിളിച്ചാൽ മതി, അവൾ വന്നോളൂ ട്ടോ. ഞാൻ വിളിച്ചിരുന്നു നിന്നെ, ഫോൺ എടുത്തില്ല. അതാ ഞാനിപ്പോൾ മെസ്സേജ് അയച്ചേ. യേശുവിൻ്റെ മെസ്സേജ് കണ്ടതും അവൾ പിന്നെ വിളിക്കാൻ നിന്നില്ല. ന്യൂസ് കവറേജ് ചെയ്യാനുള്ള ആവശ്യത്തിന് ഇതുപോലെ അവൾ പോവാറുണ്ട്. അപ്പോൾ തനിക്ക് കൂട്ടിന് അപ്പുറത്തെ ഫ്ലാറ്റിലെ മീര ചേച്ചിയുടെ മോൾ വരും. ചിപ്പി എന്ന ചിന്മയ. ഇപ്പോൾ 6ൽ പഠിക്കുന്നു. മീര ചേച്ചിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മോൻ ശരൺ ഇപ്പോൾ +1 ആണ്. ഭർത്താവ് ദുബായിലാണ്. ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് മുതൽ മീര ചേച്ചിയെ അറിയാം. ഞങ്ങൾക്കൊരു സഹായം കൂടിയാണ് ചേച്ചി. അവൾ പിന്നെ മീര ചേച്ചിയെ ഫോൺ വിളിച്ചു. ചേച്ചി, ഞാൻ എത്തി, ചിപ്പിയെ വിടുമോ? ആ മോളെ, അവൾ ഇപ്പോൾ വരും. അതും പറഞ്ഞ് മീര ചേച്ചി ഫോൺ വെച്ചു. ഇവന് സോഫയിലിരുന്നു. രാജുവിൻ്റെ പെരുമാറ്റം അവളെ ആകെ തളർത്തി. ഇന്ന് സാർ വന്നില്ലെങ്കിൽ അയാൾ എന്നെ നശിപ്പിക്കുമായിരുന്നു. അതോർത്തപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു വിറയൽ തോന്നി. പെട്ടെന്നാണ് അർജുൻ അവിടേക്ക് വന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. എന്നാലും സാർ എങ്ങനെ അവിടെ എത്തി? അതും ആ സമയത്ത്? അതെല്ലാം ആലോചിച്ച് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുമ്പോഴാണ് കാളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് അവൾ പെട്ടെന്ന് ഞെട്ടി. വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ചിപ്പിയാണ് കയ്യിൽ ഒരു ബുക്കുമായി നിൽക്കുന്നു. ആ വാ ചിപ്പി, അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഇഷാനിയും അകത്ത് കയറി. രേഷു ചേച്ചിക്ക് ഇന്നിവിടെ ന്യൂസ് പിടുത്തം ചേച്ചി. അറിയില്ലടാ, ഏതോ ഉൾപ്രദേശത്താണെന്ന് പറഞ്ഞു. ചേച്ചി എന്താ മഴ കൊണ്ടോ? ഡ്രസ്സെല്ലാം നനഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ചേച്ചി, ഇതാരുടെ കോട്ടാണ്? അവൾ സംശയത്തോടെ ചോദിച്ചു. അപ്പോഴാണ് താൻ മഴ കൊണ്ട കാര്യം ഇഷാനി ഓർക്കുന്നത് തന്നെ. പിന്നെയാണ് ദേഹത്തേക്ക് നോക്കുന്നത്. ആ സമയം രാജുവിൻ്റെ കാറിൽ നിന്ന് തന്നെ അർജുൻ ഇറക്കിയതും മഴയിൽ ഡ്രസ്സ് കുതിർന്നപ്പോൾ അവൻ്റെ കോട്ട് തനിക്ക് തന്നതും എല്ലാം ഓർത്തു. അയ്യോ, അവൾ അറിയാതെ പറഞ്ഞു. എന്താ ചേച്ചി? ചിപ്പി ചോദിച്ചു. ഇത് എൻ്റെ സാറിൻ്റെ കോട്ടാണ്. ഞാൻ ലേറ്റായല്ലോ, അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നടക്കുമ്പോൾ മഴ കൊണ്ടു. അപ്പോഴാണ് സാർ അതുവഴി പോയത്. ഞാൻ മഴയിൽ നടക്കുന്നത് കണ്ട് എനിക്ക് ലിഫ്റ്റ് തന്നു. അപ്പോൾ ഡ്രസ്സ് കവർ ചെയ്യാൻ തന്നതാ. സാർ തന്നെയാണ് എന്നെ ഇവിടെ വരെ ഡ്രോപ്പ് ചെയ്തതും. ബട്ട് ഇത് കൊടുക്കാൻ മറന്നുപോയി. എന്തുകൊണ്ടോ ചിപ്പിയോട് അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. ഓഫീസിലെ ബോസ് തന്നെയാണോ അതോ ഹൃദയത്തിൻ്റെ ബോസോ? ചിപ്പി ഒരു ആക്കലോടെ ചോദിച്ചു. ചിപ്പി, ഇഷു വിളിച്ചു. അവൾ ചിരിച്ചു. ചേച്ചി പോയി കുളിച്ചിട്ട് വാ, ഞാനിവിടെ ഇരുന്ന് എൻ്റെ ഹോംവർക്ക് ചെയ്യട്ടെ. നീ റൂമിലേക്ക് പോരെ, ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ഇഷാനി പറഞ്ഞു. വേണ്ട ചേച്ചി, ഞാനിവിടെ ഇരുന്നോളാം. എന്നാലും എൻ്റെ ചേച്ചി മഴ കൊണ്ട് വന്നിട്ട് ഈ സോഫയിൽ വന്ന് ഇങ്ങനെ ഇരുന്നോ? പനി വന്ന് കിടക്കാം. ഇഷാനി അത് കേട്ട് ചിരിച്ചു. എങ്കിൽ ഞാൻ ഫ്രഷായി വരാം. റൂമിലെത്തി ഇഷാനി അർജുൻ്റെ കോട്ട് ഒരു ചെയറിൽ വിരിച്ചു. പിന്നെ കണ്ണാടിയിൽ തൻ്റെ കോലം നോക്കി. മഴയിൽ ആകെ നനഞ്ഞു കുളിച്ചിരുന്നു. ആ സമയം ചിപ്പിയുടെ വാക്കുകൾ അവളുടെ മനസ്സിൽ വീണ്ടും മുഴങ്ങി. ഓഫീസിലെ ബോസോ ആണോ അതോ ഹൃദയത്തിൻ്റെ ആണോ? എന്തൊക്കെയാ കുട്ടി പറയുന്നത്? അവൾ സ്വയം പറഞ്ഞെങ്കിലും അറിയാതെ അവളുടെ ചുണ്ടിൽ ഒരു ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവൾ ആ കോട്ട് ഒന്നുകൂടി നോക്കി. പിന്നെ വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് എടുത്തു. ഫ്രഷ് ആവാൻ കയറി. ഇതേ സമയം അർജുൻ്റെ ഗോഡൗണിന് മുന്നിൽ ഇരുമ്പലോടെ വന്നു നിന്നു. പുറത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. പുറത്ത് പണി നടക്കുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ. അവരെ സംസാരം കേൾക്കും ചിലപ്പോൾ, അതിൽ ക്ഷമിക്കുക. അക്ഷരത്തെറ്റുകളുണ്ടാവും എൻ്റെ ടെസ്റ്റിൽ, അതൊന്ന് ക്ഷമിച്ച് തരിക.
പിന്നെ വോയിസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും.